ഒരു കാലത്ത് എല്ലാ ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്ന അന്തിക്കാട് പടിയം കൊട്ടാരപ്പറമ്പ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആഴ്ചയിൽ ഒരു ദിവസമായി ചുരുങ്ങിയിട്ട് ഏറെ നാളായി. ഇവിടെ സ്ഥിരം ജീവനക്കാരെ നിയമിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം അംഗീകരിക്കപ്പെടാത്തതാണ് ഈ ദുര്യോഗത്തിന് കാരണം. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ തീരദേശവാസികൾക്കായി ആരംഭിച്ച മാതൃശിശു സംരക്ഷണ കേന്ദ്രമാണ് മാസങ്ങളായി അനാഥമായി കിടക്കുന്നത്. പടിയം കൊട്ടാരപ്പറമ്പിൽ പ്രദേശവാസികൾ തന്നെ കണ്ടെത്തി നൽകിയ സ്ഥലത്താണ് 15 വർഷം മുൻപ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം നിർമ്മിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരി സ്ഥലം മാറിപ്പോയതോടെ താൽക്കാലിക ജീവനക്കാരിയെ പകരം നിയമിച്ചെങ്കിലും ഇവരും എത്താതായതോടെ ശിശുകേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ഏറെ ആശ്വാസമായിരുന്ന സംരക്ഷണ കേന്ദ്രം അടച്ചുപൂട്ടിയത് തീരദേശവാസികൾക്ക് തിരിച്ചടിയായി മാറി. സ്ഥിരം ജീവനക്കാരിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ DMOയെ പഞ്ചായത്ത് അധികൃതർ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ UH അൻസാർ പറഞ്ഞു. 14 വർഷം സ്ഥിരമായി ജീവനക്കാരും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ ഒരു 6-7 മാസമായി ഇവിടെ സ്ഥിരം ജീവനക്കാരില്ല. മാതൃശിശു സംരക്ഷണ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നിവേദനം നൽകി. ഇതേ തുടർന്ന് ഒരു താൽക്കാലിക ജീവനക്കാരിയെ മാത്രമാണ് DMO നിയമിച്ചത്. ഇവർക്ക് മറ്റൊരു സബ് സെന്ററിന്റെ മേൽനോട്ടം കൂടിയുള്ളതിനാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് കൊട്ടാരപ്പറമ്പ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ എത്തുന്നത്. ഇതുമൂലം ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള അയൺ ഗുളികകൾക്കും വാക്സിനുകൾക്കും 6 കിലോമീറ്റർ ദൂരത്തുള്ള അന്തിക്കാട് ആശുപത്രിയെ സമീപിക്കേണ്ട അവസ്ഥയിലാണ് തദ്ദേശവാസികൾ. മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് ഡെങ്കിപ്പനി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടും സബ് സെന്ററിന്റെ പ്രവർത്തനത്തിന് സ്ഥിരം ജീവനക്കാരിയെ നിയമിച്ചിട്ടില്ല. അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതി 2 തവണ DMOയ്ക്ക് അപേക്ഷ വെച്ചിട്ടും പുതിയ PSC നിയമനം വന്നാൽ മാത്രമേ സ്ഥിരം ജീവനക്കാരിയെ നിയമിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് DMO. നാട്ടുകാരും യുവചേതന ക്ലബ്ബ് പ്രവർത്തകരും മുന്നിട്ടിറങ്ങിയാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് സ്ഥലം കണ്ടെത്തിയത്. കഴിഞ്ഞ ബജറ്റിൽ 2 ലക്ഷം രൂപ വകയിരുത്തി സബ് സെന്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ചെയ്തിട്ടും ഈ സ്ഥാപനം തദ്ദേശവാസികൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. TCV അന്തിക്കാട്.